കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ബ്രെയിനിന് ആവശ്യത്തിനുള്ള ഊർജം നൽകുന്നുണ്ടോ? നമ്മൾ സാധാരണ പോലെ ഭക്ഷണം കഴിച്ചിട്ടും നമുക്ക് ക്ഷീണം, ഓർമ്മക്കുറവ്, കൺഫ്യൂഷൻ, തീരുമാനമെടുക്കാൻ പറ്റായ്ക ഇങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. എന്തായിരിക്കാം അതിന്റെ കാരണം? പ്രധാനമായിട്ടും നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ഒരുപാട് രീതിയിലുള്ള പഞ്ചസാര കൂടുതൽ, അതേപോലെ ജങ്ക് ഫുഡ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് അവിടെ ഒരു ഇൻസുലിൻ സ്പൈക്ക് ഉണ്ടാകുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇത് താഴോട്ട് പോകുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിലുള്ള കൺഫ്യൂഷനും ശ്രദ്ധക്കുറവും അനുഭവപ്പെടും. ഇതിനെയാണ് ബ്രെയിൻ ഫോഗ് എന്ന് പറയുന്നത്. ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയിലെ ഇൻസുലിൻ സ്പൈക്ക് എപ്പോഴും ഇങ്ങനെ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് മോശമായ ഭക്ഷണ രീതിയാണ് പിന്തുടരുന്നത് എങ്കിൽ എപ്പോഴും ഈ ഒരു അവസ്ഥയിൽ പോകാനായിട്ട് ഒരു സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ കഴിയും? മെയിൻ ആയിട്ട് നമ്മുടെ ബ്രെയിൻ ഒരു 20% നമ്മുടെ എനർജി ഉപയോഗിക്കുന്നത് നമ്മുടെ ബ്രെയിൻ ആണ്. അപ്പൊ അത് നമുക്ക് ആവശ്യത്തിന് കിട്ടാതെ പോകുന്നു എന്ന് വേണം കരുതാൻ. അതിന് നമുക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങൾ, പ്രത്യേകിച്ച് വൈറ്റമിൻ ബി കൂടുതൽ അടങ്ങുന്ന പാല്, തൈര്, ഫിഷ്, എല്ലാ തരത്തിലുള്ള മത്സ്യങ്ങൾ, മാംസം, പിന്നെ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് അതിലെന്ന് പറഞ്ഞാൽ നമുക്ക് ഓട്സ്, റാഗി, മില്ലറ്റ്സ്, മൾട്ടിഗ്രെയിൻ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നെ അതിന്റെ കൂടെ തന്നെ പ്രത്യേകമായിട്ട് കൊഴുപ്പുള്ള മത്സ്യങ്ങൾ, വാൾനട്ട്, ഫ്ലാക്സീഡ് ഇതിലൊക്കെ omega-3 ഫാറ്റി ആസിഡ് കൂടുതലാണ്. അത് നമ്മുടെ ബ്രെയിനിന്റെ ആശയവിനിമയം കൂട്ടുന്നു. അതേപോലെ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കാര്യങ്ങളുടെ കൂടെ തന്നെ ധാരാളം വെള്ളം കുടിക്കുക. ശരീരം ഡീഹൈഡ്രേഷനിൽ പോകാതിരിക്കണം. ആവശ്യത്തിനുള്ള ജലാംശം കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. 1 മണിക്കൂറിൽ ഒരു ചെറിയ ഗ്ലാസ് വെള്ളമെങ്കിലും നമ്മൾ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിന്റെ പുറമെ ഉറക്കം കറക്റ്റ് ചെയ്യുക. 7 മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങാനായിട്ടും ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശരിയാക്കുന്ന സമയത്ത് കുറച്ച് ദിവസം ഇതേപോലെ കണ്ടിന്യൂ ചെയ്താൽ നമുക്ക് എന്തെങ്കിലും ഷുഗർ ക്രേവിംഗ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ ഫ്രൂട്ട്സ് കൂടുതലായിട്ട് കഴിക്കുക. അങ്ങനെ മധുരം കഴിക്കേണ്ട സമയങ്ങൾ നാച്ചുറൽ ആയിട്ടുള്ള ഷുഗർ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ കുറച്ച് ദിവസം കൊണ്ട് തന്നെ നമ്മുടെ ആ കൺഫ്യൂഷനും ശ്രദ്ധക്കുറവും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കുറഞ്ഞിട്ട് നമ്മൾ കുറച്ചും കൂടി ഈസി ആയിട്ട് മൂവ് ചെയ്യുന്നത് കാണാം. ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരമാകുന്നുവെങ്കിൽ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയ്ക്കായി കാത്തിരിക്കുക. താങ്ക്